ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി 4 മണി പലഹാരം കേട്ടോ. നല്ല ടേസ്റ്റിലൊരു 4 മണി പലഹാരം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് ഇത് ഒരെണ്ണം മതി കേട്ടോ. വീട്ടിൽ എല്ലാവർക്കും നോമ്പ് തുറക്കാനും നല്ല ടേസ്റ്റിൽ കഴിക്കാനും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അത് നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 സവോള കൊത്തിയരിഞ്ഞ്, കുറച്ച് ഇഞ്ചി, കുറച്ച് പച്ചമുളകും, കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താൻ മറക്കരുത്. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം ഇളക്കി നല്ലോണം വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം മൂത്ത് നല്ലോണം ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് നല്ലോണം ഇളക്കിയെടുക്കണം. ഇപ്പം നല്ലൊരു കളറൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കുരുല്ലാത്ത ചെറിയൊരു തക്കാളി കഷ്ണം ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടാണ് അത് നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുരുന്നുണ്ടാവുകയാണെങ്കിൽ വെള്ളം അതിൽ നിന്നുള്ള എടുക്കും ചെയ്യും. അപ്പോൾ നമ്മൾ പലാതെ ടേസ്റ്റ് ഉണ്ടാവില്ല. കുരൊന്നുമില്ലാതെ നമുക്ക് ആ തൊലി മാത്രം മതി. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെയും മല്ലിച്ചപ്പും ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ തക്കാളിയൊക്കെ ഒന്ന് വാടാനും വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ മസാലയ്ക്ക് നല്ല ആ മല്ലിച്ചപ്പും കറിവേപ്പിൻ്റെയും തക്കാളിൻ്റെ ആ വാട്ടൊക്കെ ചേരാനും വേണ്ടി നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ വേണം. ഇന്ന് കുറച്ച് കൂടുതൽ മസാലകൾ തന്നെ നമുക്ക് വേണം. നമ്മൾ വീട്ടിലുള്ള മസാല തന്നെയാണ്. പിന്നെ അതിലേക്ക് 1/2 സ്പൂണ് മുളകും പൊടി, പിന്നെ ഒരു 1.5 സ്പൂണ് ചിക്കൻ മസാല, പിന്നെ നമുക്ക് വേണ്ടത് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അപ്പോൾ നമ്മൾ കളറിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. എരിവിന് വേണ്ടിയിട്ട് 1 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി വേണം കേട്ടോ. ഈ 5 സാധനം കൂടി ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോണ രീതിയിൽ കുറച്ച് നേരം സമയം എടുത്തിട്ട് തീ കുറച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വേവിച്ച ചിക്കന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തതാണ് കേട്ടോ. നമ്മളെ മസാലയ്ക്കും അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരത്തേക്ക് എല്ലായിടത്തേക്കും ഒന്ന് ആവാനും വേണ്ടിയിട്ട് നല്ലൊന്ന് ക്രഷ് ചെയ്തിട്ട് അത് നമുക്ക് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ മസാല ആ ചിക്കനൊക്കെ ഒരുമിച്ചാവുന്ന വരെ നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് മക്രോണിയാണ്. ഞാൻ അവിടെ ഉപ്പ് ചേർത്ത് വേവിച്ച മക്രോണി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മക്രോണി വേവിക്കണാണ്ട് കുറച്ചും കൂടി കൂടുതൽ വേവിക്കണം കേട്ടോ. ഒന്നിങ്ങോട്ട് അരിയുന്ന സമയത്ത് നമുക്ക് അതുപോലെ നമുക്ക് വേവിച്ചെടുക്കണം. ഇനി അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. ആ ചിക്കനിലേക്കും ആ മസാലയ്ക്കും ഒക്കെ ആവുന്ന രീതിയിൽ മക്രോണി നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലാം ഒരുമിച്ച് ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ മക്രോണിയും ചിക്കനും മസാലയൊക്കെ ഒരുമിച്ച് ആയിക്കണേ. ഇനി അതൊന്ന് ചൂടാറാനും വേണ്ടി നമുക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോഴേക്കും നമുക്കൊരു പാത്രത്തിലേക്ക് നമുക്കൊരു 5 കോഴിമുട്ട അതേപോലെ ഒന്ന് പൊട്ടിച്ച് വയ്ക്കണം. നമ്മൾ മക്രോണിയൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് നമുക്ക് കോഴിമുട്ട വേണ്ടത്. അത് എത്രയാണെന്ന് വെച്ചാൽ അതൊന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക. ഇപ്പം നമ്മൾ 5 ഇവിടെ എടുത്തുന്നത്. ഈ 5 ഇതുപോലെ തന്നെ നമുക്കൊന്ന് കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വലിയ കോഴിമുട്ട ആണെങ്കിൽ ഞാൻ ഒരു കുറച്ച് വലിയ കോഴിമുട്ട എടുത്തുന്നത്. അതുകൊണ്ട് തന്നെ 5 മതി. ചെറുതൊക്കെ ആണെങ്കിൽ ഒരു 6-7 കോഴിമുട്ട വേണ്ടി വരും കേട്ടോ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് കോഴിമുട്ടയ്ക്ക് നമുക്ക് കുറച്ച് മൈദ വേണം. വളരെ കുറച്ച് 2 ചെറിയൊരു സ്പൂണ് മൈദ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. അത് നമുക്കൊരു നമ്മൾ പലഹാരമൊക്കെ ഉണ്ടാകുന്ന കുറച്ച് ചെറിയൊരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് മൈദ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 സ്പൂണ് മൈദ പിന്നെ അതേപോലെ തന്നെ കുറച്ച് പാലും ഒരു ചെറിയൊരു കയ്യിൽ പാലും നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഇത് ബീറ്റ് ചെയ്ത് ഒരു ബീറ്ററോ 1 സ്പൂണോ വെച്ചതിന് ശേഷം നല്ലോണം ബീറ്റ് ചെയ്ത് നമുക്ക് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ആ മൈദൻ്റെ കട്ടയൊക്കെ ഒന്ന് പോയി നല്ലോണം ലൂസ് ആവുന്ന രീതിയിൽ തന്നെ നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല കുറച്ച് അയച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതൊന്നായിട്ട് ഇളക്കി നല്ലോണം ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ കോഴിമുട്ടയിൽ നല്ലോണം മുങ്ങി കിടക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ മസാല ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിപ്പോൾ തന്നെ ഫുള്ള് മസാല നമ്മൾ അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇനി നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ മസാല കയ്യിൽ മുങ്ങി കിടക്കുന്നുണ്ടോ നമുക്ക് അറിയുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ തന്നെ നല്ലോണം ഇളക്കി കൊടുത്തു. അപ്പോൾ നമ്മൾ എടുത്ത കോഴിമുട്ടൻ്റെ കണക്കൊക്കെ ഓക്കെ തന്നെയാണ്. ഇനി ഇതുപോലെ നമ്മൾ ഉണ്ടാക്കാൻ വിചാരിച്ച പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ബ്രഷ് വെച്ചതിന് ശേഷം എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. അതിൻ്റെ ഉള്ളിലും അതേപോലെ ചുറ്റുപാട് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച കൂട്ട് അതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് സ്പൂണൊന്ന് സെറ്റ് ചെയ്ത് ഒരു 2 മിനിറ്റ് അവിടെ വെക്കണം. കാരണം 2 മിനിറ്റ് വെക്കുമ്പോൾ നമ്മൾ മക്രോണിയൊക്കെ ഒന്ന് സെറ്റായി മുകൾ ഭാഗത്ത് കോഴിമുട്ടൻ്റെ നീരിങ്ങനെ ഒന്ന് മേൽപോട്ട് പൊന്തി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കേക്കൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഇനി ഇതുപോലെ തന്നെ സ്പൂണൊക്കെ വെച്ച് സെറ്റാക്കി എടുത്ത് ഇനി നമ്മൾ അടുപ്പത്ത് ഒരു പഴയ ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതൊരു 10 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ മുകളിൽ നമ്മൾ ഉണ്ടാക്കാൻ വെക്കണ ചട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിച്ചപ്പ് ഇതേപോലെ വിതറി കൊടുക്കുക കേട്ടോ. ഇനി നമുക്കൊരു 3/4 മണിക്കൂർ ഒന്ന് ചെറിയ തീ തന്നെ ഒന്ന് ബേക്ക് ചെയ്യണം. അപ്പോൾ ചെറിയ ഓട്ടയൊക്കെ ഇതേപോലെ ഉണ്ടെങ്കിൽ അതൊരു കറാമ്പ് വെച്ചാണ് നമ്മൾ അടച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മളെ കേക്കിന് നല്ലൊരു സ്മെല്ലുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ കൂടെ എയർ പോകില്ല.
ഇപ്പോൾ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് നോക്കിയപ്പോൾ തന്നെ നമ്മൾ നല്ലൊന്ന് സെറ്റ് ആയിക്കണ്. ഇപ്പോൾ അത് കത്തിമേലൊന്നും ഇതേപോലെ ഒന്ന് ഒട്ടണമൊന്നുമില്ല. ഇനി നമുക്കൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഒന്നും ഇങ്ങോട്ട് അതിൻ്റെ ശേഷം നമുക്ക് ഇതേപോലെ വേറൊരു പാൻ എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് 2 മിനിറ്റ് ഒന്ന് അടുപ്പത്ത് വെക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ ഒന്ന് മറിച്ചിട്ടതിന് ശേഷം നമുക്ക് 1-2 മിനിറ്റ് ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കുകയാണ്. നല്ല തീ തന്നെ നമുക്ക് 2 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ഒന്ന് അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ 2 മിനിറ്റ് കഴിഞ്ഞ് എടുത്ത് നോക്കിക്കണം. അപ്പോൾ നമ്മൾ അകവും പൂറും അതേപോലെ തന്നെ ബാക്കും സൈഡൊക്കെ ഒരുപോലെ തന്നെ കുക്കായിക്കണം. ഇനി നമ്മൾ സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്കൊന്ന് മാറ്റാം. ഇപ്പോൾ നമ്മൾ അടിപൊളി മക്രോണി പോള ഇവിടെ റെഡി ആക്കിട്ടോ. നല്ല ടേസ്റ്റുള്ള സ്നാക്സ് തന്നെയാണിത്. അപ്പോൾ നോൽമ്പിനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. നമുക്ക് പെട്ടെന്ന് പണി തീരും ചെയ്യും ഇതൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ തന്നെ കാണാൻ ഒരുപാട് ഭംഗിയുള്ളതും അതുപോലെ കഴിക്കാൻ ഒരുപാട് ടേസ്റ്റുള്ളതായ റെസിപ്പി ആയിട്ട് ഇനി ഞാൻ വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.